എൻ്റെ ഒരു റുമറ്റോളജി എക്സ്പോഷറിൽ കഴിഞ്ഞ ഒരു 20 കൊല്ലത്തിൽ നോക്കുമ്പോൾ 20 കൊല്ലം മുമ്പാണ് ഞാൻ MD മെഡിസിൻ തുടങ്ങിയത് ജിപ്മറിൽ വെച്ച്. ആ സമയം നോക്കിയിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ റുമറ്റോളജി പ്രാക്ടീസ് ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന രീതി തന്നെ മാറിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് എനിക്കപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, ജിപ്മറിലൊക്കെ പഠിക്കുന്ന സമയത്ത് റുമറ്റോളജി മരുന്നുകൾ വളരെ കുറവായിരുന്നു. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 2000-2002 ആണെങ്കിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട മരുന്നുകളുടെ എണ്ണം മെത്തോട്രെക്സേറ്റോ കുറച്ച് സ്റ്റിറോയിഡ് മരുന്നുകളോ പെയിൻ കില്ലേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്തില്ല. പേഷ്യൻ്റ് പലപ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പേഷ്യൻ്റ് പ്രോഗ്രസ് ചെയ്യുന്നു, വേദനയായിട്ട് നടക്കുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ MD ഒക്കെ ചെയ്യുന്ന സമയത്ത് DM ഒക്കെ ചെയ്യുന്ന സമയത്ത് 2007 ലക്നൌവിൽ SCPGയിൽ DM ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്ത് ഏകദേശം ലാൻഡ്സ്കേപ്പ് മാറി തുടങ്ങി, പുതിയ മരുന്നുകൾ വന്നു തുടങ്ങി. 2010 ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് മരുന്നുകളുടെ എക്സ്പെൻസീവ് ആയിരുന്നു, വില കൂടുതലായിരുന്നു. അതിനുശേഷം 2011, 12, 13, 2014 കെയർ തുടങ്ങിയത്. കെയർ തുടങ്ങിയ ശേഷം വില അതിനുശേഷം പതുക്കെ ആ സമയത്തിനനുസരിച്ച്, അതായത് കഴിഞ്ഞ 10 വർഷത്തിലൂടെ പതുക്കെ വിലകൾ കുറഞ്ഞു തുടങ്ങി. 2014 നല്ല രീതിയിൽ വില കുറഞ്ഞ് അഫോർഡബിൾ ആയിട്ടുള്ള മെഡിസിൻസ് പേഷ്യൻസിന് കിട്ടി തുടങ്ങി. 2020 ആയപ്പോൾ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് വളരെ കൂടുതലായി. ബയോസിമിലർ മരുന്നുകൾ വരുന്നു, ടൊഫാസെൻറ്റിബ് എന്ന മരുന്ന് അവൈലബിളായി. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരു റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പേഷ്യൻസിനെ ശരിയായി ചികിത്സിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ SLE ആണെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ ഏർലി സ്റ്റേജിൽ ഒരു 3 മുതൽ 6 മാസത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് അസുഖം പൂർണ്ണമായും വരുതിയിൽ വരുത്തി സാധാരണ ജീവിതത്തിൽ 99% ആളുകളെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ റുമറ്റോളജിസ്റ്റ് ചലഞ്ചസ് മാറി. മരുന്നില്ല എന്ന രീതിയിൽ മരുന്നുണ്ട്, വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്, കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നു. അത് വലിയ നേട്ടമാണ്. പിന്നെയുള്ളൊരു ചലഞ്ച് 2014, 15, 2010 കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ ആദ്യ ഘട്ടത്തിൽ ഞാനൊക്കെ വന്ന് പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് നമ്മുടെയൊക്കെ വരുമ്പോൾ പേഷ്യൻ്റ് വളരെയധികം താമസിച്ചായിരുന്നു റുമറ്റോളജിസ്റ്റിലേക്ക് എത്തുന്നത്. കാരണം റുമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇല്ലായിരുന്നു, റുമറ്റോളജിസ്റ്റുകളുടെ എണ്ണം കുറവായിരുന്നു, രോഗം കണ്ടുപിടിക്കാൻ വളരെ താമസമായിരുന്നു, ടെസ്റ്റുകളില്ലായിരുന്നു. അതെല്ലാം മാറി. 2020-22 ആയപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ 5 കൊല്ലം എടുത്തിരുന്ന അസുഖം കണ്ടുപിടിക്കാൻ ഇപ്പോൾ 2 കൊല്ലമോ 1 കൊല്ലമൊക്കെ എടുക്കുന്നുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ അസുഖം കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. കാരണം റുമറ്റോളജിസ്റ്റിനുള്ള ആക്സസ് കൂടി, റുമറ്റോളജിസ്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് ജനങ്ങൾക്കിടയിൽ കൂടി. അപ്പം നേരത്തെ അസുഖം നേരത്തെ ഐഡിയലാണെന്ന് വെച്ചാൽ 2 കൊല്ലത്തിനുള്ളിൽ 6 മാസം കൊണ്ട് കണ്ടുപിടിക്കും. പക്ഷേ എങ്കിലും നേരത്തെ 6 കൊല്ലം എടുത്തിരുന്ന കാര്യം ഇപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ തന്നെ റുമറ്റോളജിസ്റ്റിലേക്ക് എത്തുന്നു. റുമറ്റോളജിസ്റ്റ് കറക്റ്റ് അസുഖം കണ്ടുപിടിക്കുന്നു, മരുന്ന് തുടങ്ങുന്നു, മരുന്ന് അഫോർഡബിൾ ആണ്, ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു, രോഗി സാധാരണ രീതിയിലേക്ക് മടങ്ങി വരുന്നു. പക്ഷേ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിക്കാം, അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഈ സ്റ്റോറി പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു റുമറ്റോളജിസ്റ്റിന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കംപ്ലയിൻ്റ് ആക്കുക. കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആൾക്കാർ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു, നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ, നമ്മുടെ സെൻറ്ററിൽ വരുന്ന പേഷ്യൻസിൽ ഒരു റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ക്ലിനിക്ക്, SLE ക്ലിനിക്കൊക്കെ ഉണ്ടല്ലോ. ചില പേഷ്യൻസ് ഫ്രീക്വൻറ്റ് ഡീഫോൾട്ടേഴ്സ് എന്ന് പറഞ്ഞ ആളുകൾ കാണും. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് നിർത്തും. അവരുടെ ഒരു ലോങ് ടേം ഔട്ട്കം, 5 കൊല്ലം കഴിയുമ്പോഴോ 6 കൊല്ലം കഴിയുമ്പോഴോ അവരുടെ ഒരു ഔട്ട്കം നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അവർക്ക് മറ്റുള്ളവരെക്കാൾ വളരെ മോശമായിരിക്കും അവരുടെ ആരോഗ്യാവസ്ഥ. ഒരു ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാകില്ല, പക്ഷേ ഒരു ലോങ് ടേം ഡേറ്റ എടുക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ സ്ക്ലിയോഡർമയിലൊക്കെ നമ്മൾ വളരെ സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട്. ഡീഫോൾട്ട് ചെയ്ത ആളുകളുടെ മരണനിരക്ക് പോലും കൂടുതലാണ്. വിട്ട് മരുന്ന് കഴിക്കുന്നവരുടെ മരണനിരക്ക് പോലും, സ്ക്ലിയോഡർമ നമുക്കറിയാം, അല്ലെങ്കിൽ SLE എന്ന് പറയുന്നതൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വാതരോഗങ്ങളാണ്. അതിൽ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് ലോങ് ടേം നന്നായിട്ട് പോകുന്നു. കറക്റ്റായിട്ട് മരുന്ന് കഴിക്കാത്തവർക്ക് മരണനിരക്ക് പോലും കൂടുതൽ, മരിക്കാനുള്ള സാധ്യത വരെ കൂടുന്നു. അതുപോലെ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകളുടെ ഒരു പ്രശ്നം, ഞാനിത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഒരാളിപ്പം ആർത്രൈറ്റിസ് ആയിട്ട് വന്നു, ഭയങ്കര പെയിനായിട്ട് വന്നു, നമുക്ക് ആ സമയത്ത് അസുഖം കൺട്രോൾ ചെയ്തു. അസുഖം കൺട്രോൾ ചെയ്ത് അസുഖം കുറഞ്ഞ് വന്നു കഴിയുമ്പോൾ ആളുകളുടെ വിചാരം, എങ്കിയൊന്ന് മരുന്ന് നിർത്തി നോക്കാം അല്ലേ. അപ്പോൾ ഹസ്ബൻഡും പറയാം, നിർത്തി നോക്കാം, എന്തിനാ ചുമ്മാ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്ക് ഡോക്ടറെ കാണാനും പോകണം, നമുക്ക് ആ മരുന്നങ്ങ് നിർത്താം. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ചിന്തയാണ്. അസുഖം കൺട്രോൾ ആയല്ലോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർത്രൈറ്റിസിൻ്റെ മരുന്ന് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഒരു 80-90% കൂടുതലാണ്. അപ്പോൾ മരുന്ന് നിർത്തി അസുഖം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതേ മരുന്ന് തുടങ്ങിയാൽ ചിലപ്പോൾ കൺട്രോൾ ആകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ BP, ഒരാൾക്ക് BP ഉണ്ട്, ഒരു നേരത്തെ BP മരുന്ന് കഴിച്ചില്ലെങ്കിൽ BP ചിലപ്പം 200-110 ആകും. അതേസമയം അപ്പം തന്നെ എടുത്ത് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുറഞ്ഞ് വന്ന് താഴെ തലയിലേക്ക് വരും. ഷുഗറിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മെഡിസിൻ വിടാമെന്നല്ല കേട്ടോ, അതും കറക്റ്റായിട്ട് കഴിക്കണം. പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോർമലായിട്ട് വരും. ആർത്രൈറ്റിസിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, സ്റ്റേബിളായിട്ട് പോകുന്നു, നമ്മൾ മരുന്ന് നിർത്തിയാൽ 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റാൻ പോകുന്നില്ല. അറിയാൻ പറ്റുന്നത് പലപ്പോഴും
ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസമോ 2 മാസമോ കഴിയുമ്പോഴായിരിക്കും പഴയതിൻ്റെ അപ്പുറമായിട്ട് വേദന തിരിച്ചു വരും. മര്യാദയ്ക്ക് ESR 20 ആയിരുന്നു, അസുഖം ഫുള്ളായിട്ട് കൺട്രോൾഡാണ്, ഒരു ജോയിൻറ്റ് നീർക്കെട്ടില്ല എന്നൊരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നേരെ എന്ത് പറ്റും, ESR 20 നിന്ന് ഒരു 50 60 ആകും, സന്ധികളിലെല്ലാം നീര് വരും. നമ്മൾ രണ്ടാമത് മരുന്ന് തുടങ്ങി അതേ ഡോസ് തുടങ്ങിയാൽ ചിലപ്പോഴും മരുന്ന് കൺട്രോൾ ആകില്ല. പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്, അസുഖം കൺട്രോൾ ആയി കഴിയുമ്പോൾ ഒരു 2 മരുന്ന് കഴിക്കാതിരിക്കും. വന്നാൽ തിരിച്ച് തുടങ്ങിയാൽ മതിയല്ലോ, അല്ല അതുവരെ നമുക്ക് നിർത്തി നോക്കാം. പക്ഷേ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അസുഖം വരുന്നത് പഴയതിനേക്കാളും തീവ്രതയോടെ ആയിരിക്കും. മാത്രമല്ല അതേ ഡോസ് മരുന്ന് തുടങ്ങിയാൽ ചിലപ്പോഴും അസുഖം കൺട്രോൾ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ സാധാരണ പറയുന്നത് നാരായണത്തിൽ വന്നതിനെ പോലെ, നാരായണത്തിൽ വന്നിട്ട് ഇങ്ങനെ ഉണ്ടി മോളിൽ കൊണ്ടുപോയി കറക്റ്റായിട്ട് അസുഖം കൺട്രോൾ ചെയ്ത് പെട്ടെന്നൊരു വിടൽ വിടുന്ന പോലെയാണ്, പെട്ടെന്ന് ഉരുണ്ട് താഴത്തോട്ട് വരും. 2 മാസം കൊണ്ട് പഴയതിനേക്കാളും വഷളായി അസുഖം തിരിച്ചു വരും. ആദ്യം ഒരു ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ 3 ഗുളിക വെച്ച് തുടങ്ങി വീണ്ടും നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണം. ഇൻഡ്യൂസ് ചെയ്താൽ ആ കൂടിയ അസുഖത്തെ വീണ്ടും നമ്മൾ അമക്കി പഴയ രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റേതായ സമയമെടുക്കും. വീണ്ടും എഗെയിൻ ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. നമ്മൾ നേരത്തെ 3 മാസം കൊണ്ട് കൺട്രോൾ ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ 5 മാസമോ 6 മാസമോ ആകും. മാത്രമല്ല പഴയ ആദ്യഘട്ടത്തിൽ മെത്തോട്രെക്സേറ്റ് വളരെ ചുരുങ്ങിയ ഗുളിക കൊണ്ട് കൺട്രോൾ ആകുന്ന അസുഖത്തിന് ചിലപ്പോൾ മെത്തോട്രെക്സേറ്റിന് ലെഫ്റ്റ് ഗുണം ഇടുമോ, അല്ലെങ്കിൽ മെത്തോട്രെക്സേറ്റിന് ടൊഫാസെറ്റ് ഇപ്പോൾ 2 ഗുളികളൊക്കെ ചിലപ്പം കഴിക്കേണ്ടി വരും. മാത്രമല്ല അതിനേക്കാളും ഡേഞ്ചറസ് എന്താണ്, ലൂപ്പസ് പോലുള്ള SLE പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ അറിയത്തുപോലും ചിലപ്പോൾ അതിൽ വേദന ആയിരിക്കത്തില്ല വരുന്നത്, ചിലപ്പോൾ അത് കിഡ്നി ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് ആയിട്ടോ അതുപോലെ കൂടിയ മരുന്നുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. പലപ്പോഴും ആളുകൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. HCQ എന്ന് പറഞ്ഞാൽ വളരെ SLEക്ക് എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. SLEക്ക് വളരെ എഫക്റ്റീവാണ് HCQ. അപ്പോൾ HCQ നിർത്തിക്കളയും. ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ പറയും ഇത് കഴിച്ച കണ്ണിന് പ്രശ്നമാണ് കേട്ടോ എന്നൊക്കെ പറയും. അതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ മരുന്നുകളൊക്കെ വളരെ സേഫാണ്. കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണമെന്ന് മാത്രം. HCQ ആണെങ്കിൽ MMF ആണെങ്കിൽ സേഫാണ്. അപ്പോൾ ആ മരുന്നുകൾ കഴിച്ചുകൊണ്ട് പോകുന്നത് പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ ചിലപ്പോൾ കിഡ്നി ഫ്ലെയർ വരും. കിഡ്നിയിൽ ഭയങ്കരമായിട്ട് നീർക്കെട്ട് വരും. കിഡ്നി ഫ്ലെയർ വന്നു കഴിയുമ്പോൾ കിഡ്നി ഡാമേജ് വന്ന് ഫുള്ളായിട്ട് പലപ്പോഴും ഡയാലിസിലൊക്കെ പോകേണ്ട അവസ്ഥ പോലെ വരും. ചില ആൾക്കാർ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചില അസുഖങ്ങൾക്ക് മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ വളരെ മോശമായ കോൺസിക്വൻസ് ഉണ്ടാകും. SLE ഒക്കെ അത് മരണം വരെ പോകാനുള്ള സാധ്യതയുണ്ട് ചില ആളുകൾക്കെങ്കിലും. സോറിയാസിസ് പോലെ സോറിയാറ്റിക് ആർട്ടൈറ്റിസ് ഉള്ളവർക്ക് ചിലപ്പോൾ സിവിയറായിട്ട് സോറിയാസ് ദേഹം മൊത്തം വരാൻ സാധ്യതയുണ്ട്. റുമറ്റോയ്ഡ് ആർട്ടൈറ്റിസ് ഉള്ളവർക്കാണെങ്കിൽ ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആരുടെയെങ്കിലും വാക്ക് കേട്ട് പതുക്കെ തന്നെ മരുന്ന് കുറയ്ക്കരുത്. അവർ മരുന്ന് പെട്ടെന്ന് നിർത്തുന്നത് എന്ത് വില കൊടുത്തും അവോയ്ഡ് ചെയ്യണം. അത് ഡോക്ടറോട് ചോദിച്ച് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ മരുന്നുകൾ കുറച്ച് കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ തന്നെ മരുന്ന് ടൈട്രേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മെത്തോട്രെക്സേറ്റ് ഒരാഴ്ച കഴിക്കത്തില്ല, അടുത്ത ആഴ്ച കഴിക്കും. പലപ്പോഴും ബ്ലഡ് റിപ്പോർട്ട്സിലൊന്നും നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. മനസ്സിലാകാൻ പോകുന്നത് പലപ്പോഴും ഫ്ലെയർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും. സിംറ്റം ഒന്നും വരത്തില്ല, മനസ്സിലാകുന്ന എപ്പോഴാണ് ഭയങ്കരമായിട്ട് അസുഖം തിരിച്ചു വരുമ്പോഴായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വളരെ ബുദ്ധിമുട്ടി വേണം അസുഖം കൺട്രോൾ ചെയ്യാൻ. അപ്പം നിങ്ങളുടെ എഫേർട്ട് പോവുകയാണ്, നമ്മൾ എത്ര നാൾ ചെയ്തു വെച്ചത് നമ്മൾ ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ മരുന്ന് കൺട്രോൾ ചെയ്യാതിരിക്കുക, പെട്ടെന്ന് മരുന്ന് ഒരിക്കലും നിർത്താതിരിക്കുക.